ഇവൻ എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. സാർ, ആ ബില്ലിന്റെ കാര്യം മരപ്പണി മുഴുവനും തേക്കിൽ ചെയ്യണമെന്നല്ലേ ടെൻഡറിൽ പറഞ്ഞിരുന്നത്? അതെ, ഇത് തേക്കാണ് സാർ. പക്ഷേ തടി നന്നല്ല. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല തടിയാണ് സാർ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ ആരാ പറയേണ്ടത്? എനിക്ക് കൂടെ ബോധ്യമാവണ്ടേ? കണ്ടിട്ട് സാറിന് ബോധ്യമായില്ലെങ്കിൽ ഇനി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എങ്കിൽ ഈ കെട്ടിടത്തിന്റെ മുഴുവൻ വാതിലും ജനലും പൊളിച്ചെടുത്ത് വേറെ പണിത് വെക്കണം. സാർ, ഇത് നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തണം. എങ്കിലേ ബില്ല് പാസ്സാക്കി തരും. സാർ, ശ്രമിക്കുവർ അതിനുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ് ബില്ല് പാസ്സാക്കി തരാൻ പറയുന്നത്. നിങ്ങൾ പണം മുടക്കിയത് സമ്പാദിക്കാനല്ലേ, ഞങ്ങളെ സഹായിക്കാനല്ലോ. എങ്ങനെ സാറിനോട് പെരുമാറിയോ? ഐ എം സോറി. ഞാൻ അവനോട് ചോദിക്കാം. ഗോപി, ഇൻസ്പെക്ഷൻ വന്നപ്പോ നീ എന്താ പറഞ്ഞത്? എടാ, അയാൾ പുതിയ ഓഫീസറാണ്, അയാൾക്ക് നമ്മെ പറ്റി അറിയാൻ പാടില്ല. നീ നാളെ തന്നെ ഓഫീസിൽ പോയി അയാളെ കാണണം. ആ ബില്ല് പാസ്സാക്കി തരാൻ പറയണം. അത് ഞാൻ രാവിലെ പറഞ്ഞു. ആ, നിന്റെ പറച്ചിലിന്റെ കൂടുതലുണ്ടാണല്ലോ അയാൾ ബില്ല് പാസ്സാക്കി തരാത്തത്. എടാ, മനുഷ്യരോട് പെരുമാറാൻ പഠിക്കണം. വിനയം വേണം, മര്യാദ വേണം. 3.5 ലക്ഷം രൂപയുടെ ബില്ലാണ് അയാൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കിട്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നിനക്കറിയില്ലേ? പറയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു ബില്ല് പാസ്സാക്കി തരണമെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യണം? പോയി അയാളുടെ കാല് പിടിക്കണോ? വേണം. നീ പോയി അയാളോട് ക്ഷമ ചോദിക്കണം. എടാ, അയാളോട് എക്സ്ക്യൂസ് ചോദിച്ചുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ഒരു എഞ്ചിനീയർ അല്ലേ, എന്നെ പോലെ കരുതിയാൽ മതി. ചേട്ടാ, ഞാൻ അയാളോട് തെറ്റായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. പക്ഷെ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ ഉദ്യോഗത്തിന്റെ പവർ കാണിക്കുകയാണ്. എല്ലാവരും അയാളുടെ കാലിൽ ചെന്ന് വീഴണം. എനിക്കതിന് കഴിയില്ല. എന്ന് വെച്ചാൽ ഇത്രയും രൂപ നഷ്ടപ്പെടുത്തണമെന്നാണോ? മേലിൽ നമുക്ക് ബിസിനസ് നടത്തണ്ടേ? ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അയാളോട് ക്ഷമ ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചെന്ന് നിനക്കറിയാമോ? എല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങി പോകണമല്ലേ? എന്റെ ജീവൻ കൊടുത്ത് വളർത്തിയാണ് ഈ സ്ഥാപനം. നീ എന്നെ സഹായിക്കണം. നിനക്കെന്താ? ഞാൻ നശിച്ചാൽ നശിച്ചു, അത്ര തന്നെ. വേണ്ട, ഞാൻ കാരണം ചേട്ടൻ നശിക്കണമെന്നില്ല. ഇതാ, ഇനി ചേട്ടന്റെ ബിസിനസ്സുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തരുത്. എനിക്ക് ജീവിക്കാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. നീ നിന്റെ ചേട്ടനോട് പിണങ്ങി പോകുന്നത് നന്നായില്ല. അത് പിന്നെ അങ്ങനെയാണ്. ഭാര്യയും കുട്ടികളും ആയാൽ പിന്നെ എല്ലാവരും സ്വന്തം കാര്യം നോക്കും. അങ്ങനെ ചിന്തിക്കും. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ ചേട്ടൻ എന്നോട് ഇങ്ങനെ ആയിരുന്നില്ല.